മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി വകുപ്പും വ്യവസായ വകുപ്പും തമ്മിൽ തർക്കം. പദ്ധതി സ്വകാര്യ കമ്പനിക്ക് തന്നെ നൽകണമെന്ന് വ്യവസായ വകുപ്പ് ആവശ്യപ്പെടുമ്പോൾ KSEBിക്ക് കൈമാറണമെന്നാണ് വൈദ്യുതി വകുപ്പ് നിലപാട്. പ്രതിവർഷം 18 കോടിയുടെ വൈദ്യുതി KSEBിക്ക് ലഭിക്കുന്ന പദ്ധതിയായിരുന്നു മണിയാർ ജലവൈദ്യുത പദ്ധതി. RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, നിലവിൽ അത് KSEBിക്ക് കീഴിലുള്ള പദ്ധതിയല്ലേ? ജെൽസി 91-ൽ യൂണിവേഴ്സൽ കാർബോറാൻഡം ലിമിറ്റഡ് എന്ന കമ്പനിയുമായിട്ട് കരാർ വെച്ച് നിർമ്മിച്ച ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ പദ്ധതി. അത് പത്തനംതിട്ടയിലെ റാന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്ന് ബൂട്ട് അടിസ്ഥാനത്തിലാണ് ഈ കരാർ ഒപ്പിട്ടത്. അതായത് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന രീതിയിലായിരുന്നു. അതായത് 30 വർഷം കഴിയുമ്പോൾ ഈ പദ്ധതി സർക്കാരിന് കൈമാറണം എന്ന തരത്തിലായിരുന്നു അന്ന് കരാർ ഒപ്പിട്ടത്. 94 മുതൽ നമുക്കിതിൽ നിന്ന് 12 മെഗാവാട്ട് വീതം പ്രതിദിനം വൈദ്യുതി ലഭിക്കുകയും ചെയ്തിരുന്നു. ഒരു വർഷം 300 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ലഭിക്കുന്നത്. അതായത് 18 കോടിയുടെ വൈദ്യുതി സൗജന്യമായിട്ടാണ് KSEBിക്ക് പദ്ധതിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ ഡിസംബറിൽ ഇതിന്റെ കാലാവധി പൂർത്തിയാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിലാണ് വ്യവസായ വകുപ്പും അതുപോലെ വൈദ്യുതി വകുപ്പും തമ്മിൽ തർക്കമുണ്ടായത്. വ്യവസായ വകുപ്പ് പറയുന്നത് ഇത് അതേ കമ്പനിക്ക് തന്നെ നൽകണം, ഈ സംരംഭക പ്രോത്സാഹനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അതേ കമ്പനിക്ക് തന്നെ ഈ പദ്ധതി കൈമാറണം എന്ന ആവശ്യമാണ് വ്യവസായ വകുപ്പ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല എന്ന നിലപാടിലായിരുന്നു വൈദ്യുതി വകുപ്പ് നിന്നത്. അതുകൊണ്ട് തന്നെ മിനിറ്റ്സ് അടക്കം ഇനി ലഭ്യമായ ശേഷം നിയമോപദേശം തേടി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് വൈദ്യുതി വകുപ്പ് ഉദ്ദേശിക്കുന്നത്. നേരത്തെയും ഇത് സംബന്ധിച്ച് ഈ പദ്ധതി സർക്കാർ തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSEB ചീഫ് സെക്രട്ടറിക്ക് അടക്കം കത്തും നൽകിയിരുന്നു. ജിൽസി.